സുഹൃത്തുക്കളെ, അക്രോണിം എന്നാൽ എന്താണെന്ന് നമുക്ക് പഠിക്കാം. അക്രോണിം എന്ന് പറഞ്ഞാൽ പൂർണ്ണരൂപങ്ങളുടെ ചുരുക്കരൂപം ഒരു വാക്കായിട്ട് വായിക്കാൻ സാധിക്കുകയാണെങ്കിൽ അവയെ അക്രോണിംസ് എന്ന് പറയും. ഒരു ഉദാഹരണം പറഞ്ഞാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനെ ചുരുക്കി WHO എന്ന് എഴുതാം. ഈ WHO എന്നതിനെ ഹു എന്ന് വായിക്കാൻ പറ്റും. അതുകൊണ്ട് ഹു എന്ന വാക്ക് ഒരു അക്രോണിം ആണ്, ഷോർട്ട് ഫോം ആണ്. അതിനോടൊപ്പം ഒരു വാക്കായിട്ട് വായിക്കാനും പറ്റും. പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ അല്ലെങ്കിൽ പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ, ഈ രണ്ടിന്റെയും ഷോർട്ട് ഫോം PIN ആണ്. അതിനെ പിൻ എന്ന് വായിക്കാം. അതുകൊണ്ട് ഇറ്റ് ഈസ് ആൻ അക്രോണിം. റേഡാർ, റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ്. GIF, ഗ്രാഫിക്സ് ഇന്റർചേഞ്ച് ഫോർമാറ്റ്. ക്യാപ്ച, നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വാക്കാണ്. വാട്ട് ഈസ് എ ക്യാപ്ച? ക്യാപ്ച എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റഡ് പബ്ലിക് ടേണിംഗ് ടെസ്റ്റ് ടു ടെൽ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഹ്യൂമൻസ് അപ്പാർട്ട്. കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നത് ഒരു മനുഷ്യനാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും റോബോട്ടുകളാണോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി ചില അക്ഷരങ്ങളും അക്കങ്ങളും നമുക്ക് എൻ്റർ ചെയ്യേണ്ടി വരും. അതിനെയാണ് ക്യാപ്ച എന്ന് പറയുന്നത്. ക്യൂബ, സെൽഫ് കണ്ടെയ്ൻഡ് അണ്ടർ വാട്ടർ ബ്രീത്തിങ് അപ്പാരറ്റസ്.